ഒരുപാട് കാലത്തിന് ശേഷം ഒന്ന് ഒരുമിച്ച് കൂടി സംസാരിച്ചോണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് വിട്ടു. പിന്നെ അടുത്തത്തെ ചായക്കടയിലൊന്നും പോയി ചായ കുടിച്ചാൽ നമുക്ക് ആ ഒരു വൈബ് സെറ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് ദൂരം ഒരു 5, 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി അങ്ങ് ചായ കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ റോഡ് മൊത്തം ശൂന്യമായിട്ടുണ്ടാവും. കാരണം ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ 7, 7:30 ആകുമ്പോൾ തന്നെ കടകളെല്ലാം അടച്ച് എല്ലാവരും വീട്ടിൽ പോയിരിക്കും. പിന്നെ നിങ്ങൾ സിറ്റിയിലുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു നാട്ടിൻപുറത്തിലുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ റോട്ട് കൂടി നടക്കുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ ആനയും പുലിയൊക്കെ റോട്ട് കൂടി നടക്കുക. പിന്നെ നേരെ ഞങ്ങൾ ചായക്കടയിൽ പോയി സോയാബീൻ മിക്സ് ആണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അടിപൊളിയായിരുന്നു. കുറേ സംസാരിച്ചു, കുറേ കഥകൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് കഥകൾ സംസാരിക്കാനുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് നമ്മൾ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ പുറത്താണ് പോവുക. അപ്പോൾ ഫ്രണ്ട്സ് സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പുറത്തു പോയവരും ജോലിക്ക് വേണ്ടി പോയവരും ഒക്കെ ഇതേപോലെ ഒരുമിച്ച് കൂടുന്ന സമയത്താണ് നമുക്ക് സംസാരിക്കാനും കഥകൾ പറയാനൊക്കെ പറ്റും. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷം ഇവരൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഞാനും ഹാപ്പിയാണ്.